ഇതാണ് ഇതിൻ്റെ ഡയമണ്ട്. വിരിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു പീസ് കണ്ടില്ലേ ഇങ്ങനെ ഡിസൈൻ കണ്ടില്ലേ, ഇത് വിരിച്ചു എങ്ങനെ ഉണ്ടാവും. ഇത് 4 പീസാണ് കൂടുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ഒരു അടിപൊളി ഡയമണ്ട് നമുക്ക് കിട്ടും. ഒരു സംഭവം ഒരു ക്രാക്ക് ഓഫ് ഫീലിംഗ് ഒന്നുമില്ല. എന്നെ കാട്ടി ഹൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്നേ ആ ഹൈറ്റ് ഒന്ന് നമുക്കൊന്ന് അറിയട്ടെ. ഇല്ലേ റേറ്റ് എന്തായിരുന്നു? 115 രൂപ. 115, 80 രൂപ സ്ക്വയർ ഫീറ്റിന്. ഇപ്പം അതിന് ക്രാക്ക് ഓഫ് ഫീലിംഗ് ഒന്നുമില്ല. അരുണ വൈറ്റില്ലേ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? എന്താ റേറ്റ് എന്നാണ്? ഒരു 58 രൂപ. എന്താ ക്രാക്ക് ഓഫ് ഫീലിംഗ് അങ്ങനെ ഉണ്ടോ? ഫ്രഷ് ലോട്ടാണ്. എന്താ റേറ്റ് എങ്ങനെയാണ്? ഇത് 100 രൂപ റേഞ്ചിൽ വരും. ഇത് സാധനം കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് സാധനം. പെൻസിൽ ലൈൻ GT അത്യാവശ്യം ബിഗ് സ്ലാബ് ആണുള്ളത്. സൈസ് വരുന്നത് 7 അടി നീളം വരുന്നുണ്ട്. അപ്പോൾ വണ്ടർ കട്ടിനാണ്. ഇതിന് റേറ്റ് എങ്ങനെയാണ്? 135. ഓക്കെ, 145 രൂപ. സോൾഡ് ഒന്നുമല്ലോ? സോൾഡ് സ്റ്റോക്ക് ഈ ആഴ്ചയിൽ വന്നാണല്ലേ? വണ്ടർ തന്നെ ടൊറൻറ്റോയിൽ കുറഞ്ഞ ഐറ്റാണത്. കുറഞ്ഞ ഐറ്റോ ഒരു 60 രൂപക്കൊക്കെ കൊടുക്കാം. 60 രൂപ കൊടുക്കല്ലേ? മോറോഡില്ലേ? ഓക്കെ, ഏകദേശം 75 രൂപക്ക് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറിൻ ഷോപ്പ് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളത് സ്റ്റോൺ സെൻറ്റർ എന്ന് പറയുന്ന മാർബിൾ ഷോപ്പിലാണ്. അപ്പോൾ ഈ മാർബിൾ ഷോപ്പിലത്തെ മാർബിൾ റേറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് പ്രീമിയം ക്വാളിറ്റി മാർബിൾ റേറ്റാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്. അതിൻ്റെ റേറ്റൊക്കെ ഫിക്സ്ഡ് റേറ്റ് അല്ല, MRP റേറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലോണം പ്രയോജനപ്പെടും. നിങ്ങൾ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പം നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോളൂ. ഇവിടെ മാർബിൾ മാത്രമല്ല ഗ്രാനൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ കാണാമല്ലോ. എന്നാക്കാ നമ്മളങ്ങോട്ട് തുടങ്ങല്ലേ? തുടങ്ങാമല്ലോ. എന്താ പിന്നെ പാട്? സുഖം. ഉഷാറല്ല? അടിപൊളിയല്ലേ? അത് കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഏതാ ഫസ്റ്റ് കാണിക്കണം മാർബിൾ? നമുക്ക് എല്ലാ മാർബിളും കാണിക്കാം. എല്ലാ മാർബിളും കാണിക്കാണ്. എല്ലാ ഇന്ത്യൻ മാർബിളും ഇപ്പോൾ നിലവിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അത് മോർവേഡ് ആയാലും വണ്ടർ, ജേക്കബ് വൈറ്റ്, നിസാർണ എല്ലാം ഉണ്ട്. GT, സാവർ എല്ലാ കാറ്റഗറിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേതാ ഫസ്റ്റ്? 55 രൂപ മുതൽ 250 വരെയുള്ള സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട്. എത്ര രൂപ മുതൽ? 55 രൂപ മുതൽ 250 വരെയുള്ള സ്റ്റോക്ക് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കണം മാർബിൾ ഏതാണ് പറഞ്ഞത്? ജേക്കബ് വൈറ്റിൽ കാണിച്ചാലോ? ജേക്കബ് വൈറ്റിൽ കാണിക്കുക, തുടക്കട്ടെ കാണിക്കുക. ഇത് ജേക്കബ് വൈറ്റ്. ഇതാണ് ജേക്കബ് വൈറ്റ്. ജേക്കബ് വൈറ്റ് കാറ്റഗറി പെട്ട കല്ലാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് 2000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. 8x5 സൈസിലുള്ള 8x5 സൈസ് 8x5 വരുന്നു. ഓക്കെ, അതായത് ഒരു പീസ് 40 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 8x5 40 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്താ റേറ്റ്? 2000 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എന്താ റേറ്റ് വരുന്നത്? 145 രൂപ റേഞ്ചിൽ വരുന്ന 145 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ MRP റേറ്റ് ആണോ അതോ കസ്റ്റമർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് റേറ്റ് ചെയ്ത് കൊടുക്കും? ഓക്കെ, ഇതിപ്പോൾ MRP റേറ്റ് പറഞ്ഞ പോലെ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സും കൊടുക്കുന്നുണ്ട്. ഇനി ചോദിക്കാനുള്ളത് എന്താ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രഷ് ലോട്ടാ, പ്രീമിയം ലോട്ടാണ്. ഒരു സംഭവം ഒരു ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് കേട്ടല്ലോ, 145 രൂപ. അതിപ്പോൾ MRP റേറ്റ് പറഞ്ഞ പോലെയാണ് പറഞ്ഞതെന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാണിക്കണേ. അതുപോലെ ജേക്കബ് വൈറ്റ് വരുന്ന വേറൊരു മെറ്റീരിയലാണിത്. ജേക്കബ് വൈറ്റിൽ വരുന്ന മറ്റൊരു ജേക്കബിൻ്റെ ഒരു ഗാനസ് സൈസ് ആണല്ലോ. ഏകദേശം 48 സ്ക്വയർ ഫീറ്റ് ഒരു പീസ് വരും. 48 സ്ക്വയർ ഫീറ്റ് ഒരു സ്ലാബ് 48 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടല്ലേ? ഏകദേശം എന്നെ കാട്ടി ഹൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ നിന്നേ ആ ഹൈറ്റ് ഒന്ന് നമുക്കൊന്ന് അറിയട്ടെ. ശരി, അദ്ദേഹത്തിനെ കാട്ടി കുറച്ചും കൂടി വലിപ്പമുള്ള സൈസ്. പക്ഷേ 48 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ? എന്താ റേറ്റ് എന്താണ്? ഇത് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ലോട്ടായിരുന്നു. അതിൽ 1500 സോൾഡ് ആണ്, ഓൾറെഡി സോൾഡ് ആണ്. ഇനി ഒരു 2500 ഉണ്ടാവും. 4500 ബ്ലോക്ക് ഇനി 4000 ബ്ലോക്ക് ഇനി 1500 സോൾഡ് ചെയ്തിട്ടുണ്ട്. 1500 സോൾഡായി. അതിൽ ഇനി 2500 ബാലൻസ് നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ. ഏകദേശം 140 രൂപ റേഞ്ചിൽ വരുന്ന 140 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ക്രാക്കും ഫില്ലിംഗ് ഒന്നും ഇല്ല. ഫ്രഷ് ലോട്ട് പ്രീമിയം ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി കണ്ടോളൂ കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ പോളിഷ് പീസ് ആണല്ലേ? പോളിഷ് ഫുള്ളായിട്ടില്ല, ഫുൾ അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡെമോ പോളിഷ് പീസ് ആണല്ലേ? ഓക്കെ, അപ്പോൾ ഫൈനൽ പോളിഷ് അല്ല. ഫൈനൽ പോളിഷ് ആണെങ്കിൽ 12 സെറ്റ് കല്ലൊക്കെ ആയിട്ട് പോളിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വെട്ടിയിട്ട് തിളങ്ങും. അപ്പോൾ അതാണ് പോളിഷ് അല്ലാത്ത പീസ് കിട്ടുക. ഓക്കെ, കണ്ടില്ലേ? പ്രീമിയം ബ്ലോക്കാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും. ഇനി നമ്മൾ അടുത്ത കാണിക്കുന്നത് അടുത്ത മോർവേഡിലേക്ക് മോർവേഡ് പോലെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ ലൊക്കേഷനോട് വരുന്നത് കറക്റ്റ് പഠിക്കൽ, അതായത് മലപ്പുറം ജില്ലയിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട്, അതായത് കോഴിക്കോട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോഴിക്കോട് വരുമ്പോൾ താഴെച്ചാളാരി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് പഠിക്കലാണ്. ഓക്കെ, പഠിക്കൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തോളാം. നിങ്ങൾ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചമ്മാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പഠിക്കൽ കഴിഞ്ഞിട്ട് പഠിക്കല്ലേ? ഓക്കെ, ഇത് മോർവേഡ് കാറ്റഗറി വരുന്ന
മോർവേഡില്ലേ? മോർവേഡ് ഏകദേശം പ്രീമിയം ബ്ലോക്കാണ്. പ്രീമിയം ബ്ലോക്കാണ്. 3000 സ്ക്വയർ ഫീറ്റ് നിലവിൽ 3000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടല്ലേ? ഫ്രഷ് ലോട്ടാണ്. ഫസ്റ്റ് ബ്ലോക്കാണ്. സൈസ് എന്ന് പറഞ്ഞോ? സൈസ് ഏകദേശം ഒരു 5.5 ഉണ്ടാവില്ലേ? 5.6 6.5 6.5 അല്ലേ? ഓക്കെ ഓക്കെ. 6.5 സൈസ് വരുന്നത്. ഏകദേശം ഒരു 6.5 33 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ടാവില്ലേ ഒരു പീസ്? 3000 സ്ക്വയർ ഫീറ്റ് ലോട്ട്. 3000 സ്ക്വയർ ഫീറ്റ് ഇത് ലോട്ട് ഉണ്ട്. ഒരു പീസിന് ഏകദേശം ഒരു 33 സ്ക്വയർ ഫീറ്റ് സാധനം ഉണ്ടാവും, പീസ് ഉണ്ടാവും. പ്രീമിയം ബ്ലോക്കാണ്. റേറ്റ് 160 കാറ്റഗറി വരുന്ന 160 ഇല്ലേ? അപ്പം ചോദിക്കാല്ലേ ക്രാക്ക് ഫില്ലിങ് അങ്ങനെ നിങ്ങൾ? ഫ്രഷ് ലോട്ട് ഒന്നുമില്ല. ക്രാക്ക് ഫില്ലിങ് ഒരു സംഭവമില്ല. ഓക്കെ. ഇതാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയേണ്ടത്. കാരണം ക്രാക്ക് ഉണ്ടോ ഫില്ലിംഗ് ഉണ്ടോ ഇയാളൊക്കെ അറിയണം. റേറ്റ് ഒരു വിഷയമാണ്. പിന്നെ ക്രാക്ക് ഫില്ലിങ് സാധനത്തിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇനിയിപ്പോൾ അടുത്തതാണ്. അതുപോലെ ഇത് മോർവേഡിൽപ്പെട്ട വേറെ ഐറ്റാണിത്. ഓക്കെ. ഇത് മോർവേഡാണല്ലേ? മോർവേഡ് 1800 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക്. അല്ല അമ്മ അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 160 അല്ലേ? ഓക്കെ. ഒക്കെ MRP റേറ്റ് നമ്മൾ പറയണത്, ഫിക്സ് റേറ്റ് അല്ല. കസ്റ്റമർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കുക. ഓക്കെ. കസ്റ്റമർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് കറക്റ്റ് റേറ്റ് പറഞ്ഞത്. ഇത് മോർവേഡ് കാറ്റഗറി പെട്ട കല്ല് തന്നെയാണ്. ഇത് ഏകദേശം 120 രൂപ ആ റേഞ്ച് വരുന്നത്. 120 120 റേറ്റില്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പോൾ? 1800 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഓക്കെ. ഇതും പ്രീമിയം ബ്ലോക്ക് തന്നെയാണ്. പ്രീമിയം 120 ഉള്ളൂ. ഓക്കെ. നമുക്ക് ഇനി വേറെ കാണാല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ വണ്ടർ കാറ്റഗറിയിൽ പെട്ട വണ്ടർ. അത് ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് വണ്ടർ. വേറെ സ്റ്റോക്കുകളുണ്ട്. വേറെ സ്റ്റോക്ക് ഉണ്ട്. അടിപൊളി. ഈ വണ്ടർ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച പോലെ ആയിരിക്കും. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് ഈ സാധനമല്ലേ? ഓക്കെ. 1500 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്താണ്? ഇത് ഏകദേശം 120 രൂപ. 120 അല്ലേ? 120 അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് വേറെ കാണാം. ഇനി എന്താ നോക്കണത്? അരുണ വൈറ്റ് മറ്റേ സ്റ്റോൺ ആണിത്. 1800 സ്ക്വയർ ഫീറ്റ്. 1800 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? ഫ്രഷ് ലോട്ടാണ്. ഫ്രഷ് ആണ്. ക്രാക്ക് ഫില്ലിങ്ങും കാണുന്നില്ല? ഒന്നുമില്ല. 1800 1800 സ്ക്വയർ ഫീറ്റ് അല്ലേ? റേറ്റ് എന്തായിരുന്നു? 115 രൂപ. 115. ഓക്കെ. 115. സൈസ് എങ്ങനെയാണ് ഇതിൻ്റെ? സൈസ് 5x5. 5x5 അല്ലേ? ഓക്കെ ഓക്കെ. 25 സ്ക്വയർ ഫീറ്റ് ഒരു പീസ്. ഓക്കെ. നമുക്ക് അടുത്ത് കാണാം. ഇത് ആസ്പൂർ കാറ്റഗറി പെട്ടല്ല. ആസ്പൂർ ഇല്ലേ? ഓക്കെ ഓക്കെ. ആസ്പൂരി കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണിത്. പിന്നെ ഈ 100 110 120 ഒക്കെ നോർമൽ റേറ്റ് ആണ്. അത് ചെയ്ത് കൊടുക്കുക. റേറ്റ് കസ്റ്റമറുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എന്താ റേറ്റ് പറയണേ? ഇത് നമുക്ക് ഏകദേശം 80 രൂപ ആ റേഞ്ചിൽ വരുന്നത്. 80 രൂപ അല്ലേ? ഫ്രഷ് ആണ്, കംപ്ലൈന്റ് ഒന്നുമില്ല. 80 രൂപ സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ അതിന് ക്രാക്ക് ഓഫ് ഒന്നുമില്ല. ഫ്രഷ് ബ്ലോക്ക് ആണ്. 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ? 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2500 ഉണ്ടായിരുന്നു. ഇതിന് പകുതി പോയതാ. സ്ക്വയർ ഫീറ്റ് 85 80 ഓക്കെ. 80 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നിലവിൽ സ്റ്റോക്ക്. ഓക്കെ ഓക്കെ. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഫ്രഷ് ലോട്ട്. നമുക്ക് അടുത്ത വേറെ നോക്കല്ലേ? ഇതിനിപ്പോൾ സൈസ് ഇപ്പോൾ ഏകദേശം 4.6 ഇത്ര 4. അതെ 4.6 ഇല്ലേ? ഓക്കെ ഓക്കെ. അത് 24 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു പീസ് ഇട്ടോ. ഓക്കെ. എന്നാൽ വേറെ നോക്കുമ്പോഴേ എല്ലാതും കൂടി കാണിക്കുമ്പോൾ ഒരുപാട് ടൈം ആവും. എന്നാലും നമുക്ക് കാണിക്കാൻ പറ്റുന്ന മാക്സിമം നമുക്ക് കാണിച്ചു കൊടുക്കാം. കാരണം വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് കൂടിയല്ലേ? അരുണ വൈറ്റില്ലേ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഒക്കെ ഒരു അടിപൊളി സാധനമാണല്ലോ സംഭവം. കാണുന്നത് വേറെ ലുക്ക് ഉണ്ട് സാധനത്. കറക്റ്റാണ്. ഫ്ലോറിൽ വിരിച്ചാണ്ടല്ലോ. ആ ലൈൻസ് നോക്കിയാണ്ടൊക്കെ ലൈൻസ് എല്ലാം കറക്റ്റ്. ബ്ലോക്ക് മിസ്സായിട്ടൊരു പീസ് പോലും മിസ്സായിട്ടില്ല. ബ്ലോക്കിൽ ഫ്രഷ് ബ്ലോക്കാണ്. അപ്പോൾ നമ്പറൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയാം. പിന്നെ പണിക്കാരൊക്കെ വന്നല്ല സാധനങ്ങൾ എടുക്കല്. അപ്പോൾ അതൊക്കെ ഒരു കറക്റ്റായിട്ട് നോക്കും. എന്താ റേറ്റ് എന്താ വരുന്നത്? ഏകദേശം 130 രൂപ റേഞ്ചിൽ. 130 രൂപ അല്ലേ? സ്ക്വയർ ഫീറ്റ് 130 രൂപയാണ്. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് കാര്യങ്ങൾ നീ ഉണ്ടോ? ഫ്രഷ് ആണ്. 130 രൂപയാണ് ഈ ഒരു അരുണ വൈറ്റിന്. സ്ട്രൈറ്റ് ലൈന് സ്ക്വയർ ഫീറ്റ് റേറ്റ് 130 രൂപ. ഫ്രഷ് ആണ്. ഒരു പ്രശ്നമില്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം. അരുണ വൈറ്റ് വരുന്ന അരുണ വൈറ്റ് തന്നെ. അല്ല അതിന് സൈസ് എത്രയാണ് ഇപ്പോൾ? ഒരു 5 സൈസാണല്ലേ? ഇത് 5x4. 5x4 ഇല്ലേ? എന്താ റേറ്റ് എന്താണ്? ഒരു 88 രൂപ. 88 അല്ലേ? ഫില്ലിംഗ് കംപ്ലൈന്റ് ഒന്നുമില്ല. ട്രാക്കിംഗ് ഫില്ലിംഗ് കാര്യങ്ങളൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. ഓക്കെ.
അപ്പം 5-4 സൈസാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് ഏകദേശം ഇനി 1300 സ്ക്വയർ ഫീറ്റ്. 1300 സ്ക്വയർ ഫീറ്റില്ലേ? ഓക്കെ. ഇനി നമ്മൾ കാണിക്കണേ നമ്മൾ സ്പോട്ട് വൈറ്റ് കാറ്റഗറി പെട്ട സ്പോട്ട് വൈറ്റ് ഇല്ലേ? സ്പോട്ട് വൈറ്റ് ഇതാണ് സ്പോട്ട് വൈറ്റ് ഇല്ലേ? ഇതൊരു അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ ഇത്. സൈസ് ഉണ്ട്. ഏകദേശം എത്ര നീളം? 8 അടി നീളം ഉണ്ടാവില്ല? 8x6 ആണ്. 8x6 ഇല്ലേ? 8x6 48 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു പീസ് തന്നെ. സ്പോട്ട് വൈറ്റ് ഇല്ലേ? ഓക്കെ. എന്താ ക്രാക്ക് ഓഫ് ഫീലിംഗ് അങ്ങനെ ഉണ്ടോ? ഫ്രഷ് ലോട്ടാണ്. എന്താ റേറ്റ് എങ്ങനെയാണ്? ഇത് ഏകദേശം 100 രൂപ റേഞ്ചിൽ വരും. 100 രൂപ അല്ലേ? 100 രൂപയ്ക്കുള്ള സാധനത്തിന്. ഓക്കെ, 100 രൂപയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഇത്? ഇത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ. ഏകദേശം 3500 ഉണ്ടായിരുന്നു. 1500 സോൾഡ് ആയി. 1500 സോൾഡ് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ റേറ്റ് 100 രൂപ. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല കേട്ടോ. അടിപൊളി സ്പോട്ട് വൈറ്റ് ആണ്. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത പ്രീമിയം ബ്ലോക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല. ഒരു അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ 100 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഓക്കെ. ഇനിയിപ്പോൾ ഏതാണ്? ജെ.കെ. വൈറ്റ് പെട്ടക്കല്ലാണ്. ജെ.കെ. വൈറ്റ് സ്റ്റോണാണ്. ഓക്കെ. എങ്ങനെ? ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ? 140 രൂപ റേഞ്ചിൽ വരുന്ന 140 140. ഓക്കെ. ഇതിനിപ്പം പറഞ്ഞ പോലെ എല്ലാ പ്രീമിയം തന്നെയാണ്. ഫ്രഷ് ലോട്ടല്ല, ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം ഫ്രഷ് ആണ്, പ്രീമിയം ആണ്. ഫ്രഷ് ആണ്. ക്രാക്കും ഫില്ലിംഗ് ഒന്നും ഇല്ല സാധനം ആവശ്യം. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കല്ലേ? അടുത്തതായി നമുക്ക് ഗോൾഡൻ മോർച്ചാന. ഗോൾഡൻ മോർച്ചാനല്ലേ? ഓക്കെ. ഗോൾഡൻ മോർച്ചാനയിൽ ഒരു 1.5 മുതലാണോ ഇത്? പ്രീമിയം കാറ്റ് ഫ്രഷ് ലോട്ടാണ്. പ്രീമിയം ആണ്. പ്രീമിയം ആണ്. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സാധനം. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് സാധനം. ഫ്ലോറിങ്ങനെ വിരിച്ചാൽ തന്നെ വേറെ ലെവലായിരിക്കും സാധനം. നമ്മുടെ അടുത്ത് ഗോൾഡൻ മോർച്ചാൻ 2-3 ഐറ്റം ഉണ്ട്. 15,000 സ്ക്വയർ ഫീറ്റ് അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഗോൾഡൻ മോർച്ചാന മാത്രം തന്നെ ഈ സൈസിൽ, ഈ ഒരു സൈസിലില്ല. പക്ഷെ നല്ല സൈസ് ഉണ്ടായിരുന്നു. നിങ്ങളെക്കാട്ടി സൈസ് ഉള്ളത്. ഇതിവിടെ റേറ്റ് എങ്ങനെയാണ്? 130 രൂപ. എത്ര? 130 ഇല്ലേ? ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത മുതലാണ്. 130 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. അതൊക്കെ നല്ലോണം അറിഞ്ഞു വെച്ചോളൂ കേട്ടോ, കേട്ട് വെച്ചോളി. ഇതൊക്കെ MRP റേറ്റ് പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞെന്നുള്ളൂ. ഇത് റേറ്റ് ഇനിയും കുറയും. അതൊക്കെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റൊക്കെ പിന്നീട് ഫിക്സ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഗോൾഡൻ മോർച്ചാനപ്പെട്ട കല്ലുകളാണ്. ഇതും ഗോൾഡൻ മോർച്ചാന. ഗോൾഡൻ മോർച്ചാന അതുപോലെ അത് ഒരേ ബ്ലോക്ക് തന്നെയാണല്ലേ? ഒറ്റ ബ്ലോക്കാണല്ലേ? ഓക്കെ. ഇത് സംഭവം അടിപൊളിയായിരിക്കുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ വിരിച്ചാൽ തന്നെ നമ്മൾ ഡയമണ്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡയമണ്ട്. വിരിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു പീസ് കണ്ടില്ലേ? ഇങ്ങനെ ഡിസൈൻ കണ്ടില്ലേ? ഇത് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് 4 പീസാണ് കൂടുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ഒരു അടിപൊളി ഡയമണ്ട് നമുക്ക് കിട്ടും. ഇതും പ്രീമിയം തന്നെയാണ്. പ്രീമിയം. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല. എന്താ റേറ്റ് എന്നാണ് ഇതിനൊക്കെ? 130 കാറ്റഗറി 130 ആണല്ലേ? ഓക്കെ ഓക്കെ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് ഏകദേശം 3000 ഉണ്ടാവും. 2 ലോട്ടും കൂടെ 3000 സ്ക്വയർ ഫീറ്റ്. 2 ലോട്ടും കൂടെ 3000 സ്ക്വയർ ഫീറ്റ് ഇല്ലേ? ഒറ്റ ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഭംഗി വേറെ ലെവലിട്ട് അന്യായം. അടിപൊളി സാധനം. ഇത് ഗോൾഡൻ മോർച്ചാന വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. സ്ട്രൈറ്റ് ലൈൻ പാറ്റേണിലെ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ല. ഫ്രഷ് ഗോൾഡൻ മോർച്ചാന 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 6-5 സൈസാണോ? അതെ അതെ, 6-5 സൈസില്ലേ? ഓക്കെ. സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയല്ലേ? ഒരു വളഞ്ഞൊരു വെറൈറ്റി ഡിസൈൻ അറിയാം. റേറ്റ് 130 ആണ്. 130 അല്ലേ? ഓക്കെ. പിന്നെ അതിൽ അടുത്തത് കുറഞ്ഞ കാറ്റഗറി വരുന്നതാണ് GT പെൻസിൽ ലൈൻ GT വരുന്നത്. പെൻസിൽ ലൈൻ GT അത്യാവശ്യം ബിഗ് സ്ലാബ് ആണുള്ളത്. ക്യാൻസോ? ഓ ഏതാ ബ്ലോക്ക് ഇത്? 85 രൂപ. എത്ര? 85 രൂപ ഇതിന്. 85 രൂപ. ഓക്കെ. ഇതിനിപ്പോൾ ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ലല്ലോ. പിന്നെ GT ആണ് ഹാർഡ് മെറ്റീരിയലാണ്. ഹെവി ഹാർഡ് മെറ്റീരിയലാണ്. 85 രൂപ അല്ലേ സ്ക്വയർ ഫീറ്റില്ലേ? അതെ. ഓക്കെ. അത് സ്ക്വയർ ഫീറ്റ്? ഇത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് അല്ലേ? അതുപോലെ GTയിലെ വേറെ ഡിസൈനിൽ വരുന്നതാണ്. വേറെ GTയില്ലേ? സംഭവം അടിപൊളിയാണല്ലോ കാണാൻ തന്നെ. ഇതിലിപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്ങനെയാണ്? 80 രൂപ റേഞ്ച് റേറ്റ് ആണല്ലേ? ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഇത്? ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഓക്കെ. ഇനി GT ഉണ്ടോ? GTയിലെ വേറെ പെൻസിൽ ലൈൻ വരുന്നതാണ്. ഒരു ലൈറ്റ് കളർ ലൈറ്റ് ഇല്ലേ? പെൻസിൽ ലൈൻ. ഓക്കെ. ഇത് സംഭവം അടിപൊളിയാണ്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് ഇല്ലേ? ഓക്കെ. 2000 സ്ക്വയർ ഫീറ്റ്. റേറ്റ് ഒക്കെ സെയിം ആണോ? 80 രൂപ. 80 രൂപയാണല്ലേ? ഓക്കെ. അപ്പോൾ അതൊക്കെ കണ്ടോളൂ. അടിപൊളി ബ്ലോക്കാണ് ഈ GT ഒക്കെ അറിയാം. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി. GT ഇത്രമാത്രം ഭംഗിയുണ്ടെന്നൊക്കെ അതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പല ചേർന്ന GT നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണിക്കണം നമ്മുടെ അടുത്ത് നമുക്ക് വൈറ്റിൽ വൈറ്റ് നിറ
ഏത് സാധനം? ഉംറായ് വൈറ്റ്. ഉംറായ് വൈറ്റില്ലേ? അത്യാവശ്യം നല്ല വൈറ്റ് ഉണ്ടല്ലോ. ഏകദേശം ഒരു 3500 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഇതിൻ്റെ സൈസ് വരുന്നത് 7 അടി നീളം വരുന്നുണ്ട്. എത്ര? 7 അടി നീളമല്ലേ? ഹൈറ്റ് വരുന്നത് 5 അടി. 5 അടി ഹൈറ്റ്, 7 അടി നീളോ? ഓക്കെ. നിലവിൽ 3500 സ്ക്വയർ ഫീറ്റ് സാധനം ഉണ്ട്. എന്താ റേറ്റ് എങ്ങനെയാണ് ഇതിന്? 150 രൂപ. 150 അല്ലേ? നല്ല വൈറ്റ്നെസ് കൊണ്ട് അറിയാം. നല്ല വൈറ്റ്. നല്ല വൈറ്റ്. 155 അല്ലേ? 150 അല്ലേ? 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഏതാ അടുത്ത് കാണുന്നത്? ജേക്ക വൈറ്റിൽ കുറഞ്ഞ റേറ്റിൽ വരുന്ന സാധനം. ജേക്ക വൈറ്റിൽ കുറഞ്ഞത് ഒരു 105 രൂപക്ക് നമുക്ക് കൊടുക്കാം. 105 രൂപയ്ക്ക് ഒരു ജാക്കറ്റ് കൊടുക്കാം. ഫ്രഷ് ആണ്, പാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതാണ്. 105 രൂപയ്ക്ക് ഈ ഒരു ജാക്കറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പം ഒന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല, ഞാൻ വേറെ നോക്കണമല്ലോ. 2500 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്, നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ മോർവേഡിൽ വരുന്ന കാറ്റഗറി വരുന്ന മോർവേഡ് ഇല്ലേ? ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. നല്ല വൈറ്റ്നെസ് ആണ്. വൈറ്റും ഗ്രീനും കൂടി വരുന്ന എത്ര റേറ്റ് എങ്ങനെയാണ്? 135 രൂപ. 135 രൂപ അല്ലേ? ഓക്കെ. 135 രൂപ. ഓക്കെ. മോർവേഡ് 135 രൂപ. ഓക്കെ. ഇനി അടുത്തത് ഇതാണക്കാ? ഇത് ഓൾറെഡി സോൾഡാണ്. സംഭവം ഒരു റേറ്റ് ഉണ്ടല്ലോ കാണാൻ തന്നെ. സോൾഡ്. എത്ര റേറ്റ് ഉണ്ട് ഇതിനൊക്കെ? ഇത് 100 രൂപ. 100 രൂപക്ക് 100 രൂപ കൊടുത്ത സാധനമാണല്ലേ? ഓക്കെ. ഇനി അടുത്ത കാണിക്കണക്കാ? വണ്ടറോ? ഓക്കെ. നമ്മൾ തുടക്കത്തിലൊരു വണ്ടർ കണ്ടു. ഇനിയിപ്പോൾ അടുത്തത് വണ്ടർ കാറ്റഗറി പുതിയ സ്റ്റോക്ക് കേട്ടോ. പുതിയ സ്റ്റോക്കാണ്. ഇറ്റാലിയൻ മാർബിൾ തന്നെയാണല്ലോ. ഈ ആഴ്ചയിൽ വന്ന സ്റ്റോക്കാണ്. ഏകദേശം അടിപൊളിയാണ് സാധനം. ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ കഴിഞ്ഞാലേ ഇറ്റാലിയൻ പാറ്റേണുള്ള ഡിസൈനാണ്. ഇറ്റാലിയൻ പാറ്റേൺ അങ്ങനെ പറയണ്ട, ഇറ്റാലിയൻ മാർബിൾ തന്നെ പറയാതൊക്കെ അങ്ങനെ. 2000 സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. 2000 അല്ലേ? ഓക്കെ. അപ്പോൾ വണ്ടർ കട്ടിനാണ് 2000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. എന്താ റേറ്റ് എങ്ങനെയാണ്? 135 രൂപ. 135 രൂപ ഈ ഒരു വണ്ടർ കട്ടിനിക്കില്ലേ? ഓക്കെ. കറക്റ്റ് ഇറ്റാലിയൻ മാർബിൾ കിട്ടോ എന്നാണ് പറയാം. അടുത്തൊന്ന് വണ്ടറിൽ തന്നെ വരുന്നതാണ്. ഇതിപ്പോൾ ഇനി കൂടുതലായിട്ട് പറയണ്ട. ഇത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് ഇറ്റാലിയൻ മാർബിൾ പോലെ തന്നെ. വണ്ടർ കട്ടിൻ്റെ പ്രത്യേകത കാരണം തന്നെ 7/5 അല്ലേ? ഓക്കെ. നിങ്ങൾ റേറ്റ് എങ്ങനെയാണ്? 135 അല്ലേ? ഓക്കെ. ഇത് 100 രണ്ട് സെയിം റേറ്റ് ആണല്ലേ? ഓക്കെ. ഇനി വണ്ടറുണ്ടോ? ഇനി വണ്ടറുണ്ടല്ലോ. സ്റ്റോക്ക് കൂടുതൽ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഇതാണല്ലോ കട്ടിനൊക്കെ കിടക്കുന്നത്. ഇത് വണ്ടർ സ്ട്രൈറ്റ് ലൈൻ വരുന്നതാണ്. ആ കട്ടിനൊക്കെ സോൾഡ് ആയതാണല്ലോ? അല്ല, സോൾഡ് അല്ലല്ലോ. ഇത് വണ്ടർ സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന. ഓക്കെ. വണ്ടർ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടല്ലേ? സ്ട്രൈറ്റ് ലൈൻ പാറ്റേണിൽ വരുന്നത്. ഓക്കെ. 145 രൂപ. 145 രൂപ അല്ലേ? ഓക്കെ. 1500 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു കട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കട്ടിനൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നതാണ്. ഈ കാറ്റഗറിയിലുണ്ട്. സോൾഡ് ഒന്നുമല്ലോ? പുതിയ സ്റ്റോക്ക് ഈ ആഴ്ചയിൽ വന്നാണല്ലേ? 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റ്. ഇങ്ങനെ റേറ്റ് എങ്ങനെയാണ്? 130 രൂപ. 130 രൂപ ഒരു കട്ടിനിക്കില്ലേ? ഓക്കെ. ഇതാ വേറെ കട്ടിന് ഇതോ? ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഏകദേശം 4500 ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു 1500. ഇപ്പോൾ 1500 ഉള്ളൂ. എന്ത് റേറ്റ് ഉണ്ട്? 130 രൂപ അറേഞ്ച് കൊടുക്കും. 130 രൂപ അല്ലേ? ഓക്കെ. പിന്നെ കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്. ഇനിയിപ്പോൾ അടുത്തതാണ് വണ്ടറിൽ തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ വണ്ടർ തന്നെ. സ്ട്രൈറ്റ് ലൈൻ. ഇതിപ്പോൾ സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 125 രൂപ ലെവലിൽ കൊടുക്കാം. നമുക്ക് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ്. 1500 ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. 125 രൂപ കൊടുക്കല്ലേ? കണ്ടു വെച്ചോട്ടോ. 125 രൂപയാണ് ഈ ഒരു വണ്ടർ കട്ടിനിക്ക്. സ്ട്രൈറ്റ് ലൈനാണ് പാറ്റേൺ ഒക്കെ. അല്ലേ? അടിപൊളി വണ്ടർ കട്ടിന് കിട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഏകദേശം ഹൈറ്റ് വരുന്നത് 3 അടി ഹൈറ്റ്. 3.5 അടി ഹൈറ്റ്. ഓക്കെ. നീളം വരുന്നത് 7 അടി നീളമാണല്ലേ? ഓക്കെ.
അപ്പോൾ ഈ ഒരു വണ്ടർ കണ്ണിക്ക് 125. ഓക്കെ. ഇനി ഒരുപാട് കാണാനുണ്ട്. നമ്മൾ വേഗം അവിടെ നിന്ന് വണ്ടർ കണ്ണിക്കാണ് പോകണം. ഇനി വേറെ നമ്മൾ കാണിക്കുന്നതാണ് ഇത് നമുക്ക് കുറഞ്ഞ റേറ്റിലുള്ള ടൊറൻഡോ പെട്ട കാറ്റഗറി. ടൊറൻഡോ ഇതിൽ വരുന്ന സംഭവം അടിപൊളി കേട്ടോ. പഴയ കാലത്തൊക്കെ ഒരുപാട് വീടുകളിൽ വിരിച്ച സാധനമാണ് ഇത്. ലൈറ്റ് പോലെ നേരത്തെ വിരിച്ച സാധനമാണ്. കളറിൽ വരുന്ന ടൊറൻഡോ. ലൈറ്റ് കളർ വരുന്ന ടൊറൻഡോ. റേറ്റ് എങ്ങനെയാണ്? 75 രൂപ. ഏത്? 75 രൂപയ്ക്ക് ഒരു ടൊറൻഡോ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇത് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. 3000 സ്ക്വയർ ഫീറ്റ്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൊറൻഡോക്ക് 75 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. അപ്പോൾ MRP റേറ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ നോക്കാം നമ്മൾ. പിന്നെ ആ ടൊറൻഡോ പെട്ട തന്നെ കാറ്റഗറി വരുന്നതാണ് ടൊറൻഡോ. ഇതും ടൊറൻഡോ. ഓക്കെ. അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. 2000 സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് ഉണ്ട്. റേറ്റ് എങ്ങനെയാണ്? റേറ്റ് 75 രൂപക്ക്. 75 രൂപ. ഓക്കെ. ടൊറൻഡോയിൽ കുറഞ്ഞ ഐറ്റാണത്. കുറഞ്ഞ ഐറ്റം ഒരു 60 രൂപക്കൊക്കെ കൊടുക്കാം. 60 രൂപ കൊടുക്കല്ലേ? ഓക്കെ. 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റ് 60 രൂപക്ക് കൊടുക്കല്ലേ? ഓക്കെ. ഇനി പടുത്ത് നമ്മൾ കാണിക്കണേ ഒരുപാട് കണക്കണ്ട. എല്ലാം കൂടി കാണിക്കുമ്പോൾ ഒരുപാട് കണ്ടില്ലേ? ഇഷ്ടം നിരന്ന് കിടക്കണം മാർബിൾ. മോർച്ചാന. ഓക്കെ. ഫ്രഷ് ലോട്ടാണ്. ഒരു 85 രൂപ കൊടുക്കാം. ഫ്രഷ് ലോട്ടാണ്. ഓക്കെ. 85 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അത്യാവശ്യം ഒരു 6-4 വരല്ലേ സൈസ്? അതെ, 6-4 സൈസില്ലേ? ഓക്കെ. റേറ്റ് 85 രൂപ അല്ലേ? മോർച്ചാന 85. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല കേട്ടോ. ഫ്രഷ് ആണ്. ഇനി അടുത്തത് പിന്നെ കുറേ ഉണ്ട്. നമ്മളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാൽ ടൈം ഒരുപാടായി പോവും. മോർച്ചാനയിൽ വരുന്നതാണ്. മോർച്ചാനോ? ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ്? 120 രൂപ കൂടുക. 120. ഫ്രഷ് ലോട്ടാണ്. ഫ്രഷ് ആണ്. ഫില്ലിംഗ് ക്രാക്ക് ഒന്നുമില്ല. ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കേട്ടോ. മോർച്ചാന ലൈറ്റിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ഓക്കെ. ഡാർക്കിലേക്ക് ഡയമണ്ട് ആണ്. കുറയും. ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ റേറ്റ് കുറയൂലേ? ഓക്കെ. ഓക്കെ. ഡയമണ്ട് ഡിസൈനിലാണ്. ഓക്കെ. റേറ്റ് പറഞ്ഞ് 120 അല്ലേ? ഓക്കെ. പ്രീമിയം ബ്ലോക്കാണ്. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല കേട്ടോ. 1800 സ്ക്വയർ ഫീറ്റ്. 1800 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. ഇനി അടുത്ത് കാണിക്കുന്നത് പിന്നെ മോർച്ചാനയിൽ വരുന്ന വേറെ റേറ്റാണ്. നിസർണ മോർച്ചാനയിൽ വരുന്നതാണ്. നിസർണ അല്ലേ? ഓക്കെ. സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. എത്രയുണ്ട്? ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എന്താ റേറ്റ് എങ്ങനെയാണ്? ഇത് ലാസ്റ്റ് നമുക്ക് 85 രൂപ കൊടുക്കും. 85 രൂപ കൊടുക്കല്ലേ? ഓക്കെ. ഓക്കെ. നിങ്ങൾ വേറെ ഒന്ന് കാണാം നമ്മൾ 85 രൂപക്കല്ലേ? ഇനി വേറെ കാണാൻ പിന്നെ നമുക്ക് മോർച്ചാനയിൽ വരുന്നതാണ്. സ്ട്രൈറ്റ് ലൈൻ പാറ്റേണിൽ വരുന്നതാണ്. സ്ട്രൈറ്റ് ലൈൻ അല്ലേ? മോർച്ചാന സ്ട്രൈറ്റ് ലൈന് 120 രൂപക്ക്. 120 അല്ലേ? 1800 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക്. 1800 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോൾ ക്വാളിറ്റി എങ്ങനെയാണ്? ഫ്രഷ് ആണ്. കാണികളൊക്കെ ഫ്രഷ് തന്നെയാണ്. ഫ്രഷ് ലോട്ട് നമ്മൾ കാണിച്ച ഫുള്ള് പ്രീമിയം ബ്ലോക്കിനല്ല. ഓക്കെ. എന്താ റേറ്റ് എങ്ങനെയാണ്? 115 രൂപക്ക് കൊടുക്കുക. 115 രൂപ കൊടുക്കല്ലേ? ഓക്കെ. ഇനി ഇപ്പോൾ അടുത്ത നമ്മൾ കാണിക്കണേ മോർവേഡിലായിട്ടുണ്ട്. മോർവേഡ് ഇല്ലേ? ഓക്കെ. മോർവേഡ് വൈറ്റ്. ഇതിപ്പോൾ സാധനം ഇറക്കണേ? സാവറില്ലേ? ഓക്കെ. മോർവേഡ് കാറ്റഗറി പെട്ടതല്ല. മോർവേഡ് ഇല്ലേ? ഓക്കെ. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2600 സ്ക്വയർ ഫീറ്റ്. ഒരു മോർവേഡ് കാണാനും പ്രത്യേക ഒരു ഭംഗി കിട്ടോ. വൈറ്റ് എന്നത്. ഓക്കെ. ഇത് സംഭവം ഇങ്ങനെ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഫ്രഷ് ആണ്. എന്താ റേറ്റ് ഉണ്ട്? 145 രൂപ. 145 രൂപയ്ക്ക് ഈ ഒരു മോറോഡ് നമുക്ക് കൊടുക്കാം. നല്ല വൈറ്റ്നസ് ഉള്ള മോറോഡ് ആട്ടത്. വൈറ്റ് ചെറിയ ഗ്രീൻ ഡോട്ട് ആയിട്ട്. ചെറിയ ഗ്രീൻ ഡോട്ട് അങ്ങനെ കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ. അപ്പം നിറയെ 145 എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2600 സ്ക്വയർ. 2600 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഓക്കെ. നമുക്ക് ഇനി വേറെ നോക്കാം. ഇപ്പോൾ ഇറങ്ങുന്ന സാവർ ഇറങ്ങിയ സാവറം നോക്കല്ലേ? അതിൽ പോളിഷ് പീസ് ഉണ്ടോ? ഇതാ പോളിഷ് ഇറങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ് സാവർ. ഇതാണ് ഇപ്പോൾ ഇറങ്ങിയ സാവർ? അതെ, ലൈറ്റ് കളറാണ്. സംഭവം കൊള്ളാമല്ലോ. പാറ്റേൺ. ഇതിപ്പോൾ ഞാൻ റേറ്റ് എങ്ങനെയാണ്? ഏകദേശം ഒരു 75 രൂപക്ക് കൊടുക്കാം. 75 ലൈറ്റ് ഷെയ്ഡ് ആണ്. ലൈറ്റ് ഷെയ്ഡ് ഡാർക്കിലേക്ക് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ. ലൈറ്റ് ഷെയ്ഡിലായിട്ടുള്ള ഇപ്പം നിലവിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും സാവർ.
അപ്പോൾ നമ്മൾ ഈ ഒരു സാവർ നമ്മൾ ജസ്റ്റ് മാറ്റി ചാട്ടോ. സാധനം ലോഡ് ഫുൾ ഇറങ്ങിയപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? ഫ്രഷ് ലോട്ടാട്ടോ. ഫ്രഷ് ലോട്ടാണല്ലേ? ഏകദേശം 75 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 75 രൂപയ്ക്ക് 75 രൂപക്ക് നമുക്ക് കൊടുക്കാം. അത് ഫ്രഷ് ലോട്ടാണ്, ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ല. ഓക്കെ, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1500 അല്ലേ? ഓക്കെ. അതുപോലെ മോർച്ചാനൽ വരുന്ന ഒരു കാറ്റഗറി വരുന്ന മോർച്ചാനല്ലേ? ലൈറ്റ് കളറാണ്. ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ്. 1200 സ്ക്വയർ ഫീറ്റ്. 1200 സ്ക്വയർ ഫീറ്റ് 115 രൂപ. എത്ര? 115 രൂപ. ലൈറ്റ് കളറാണ്. ലൈറ്റ് കളറായിട്ടുള്ള മോർച്ചാനാണ്. അതുപോലെ മോർച്ചാനയിൽ വരുന്ന വേറെ റേറ്റാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1200 അല്ലേ? ഓക്കെ ഓക്കെ. 115 രൂപ. അതുപോലെ അത് ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ലല്ലോ? ഫ്രഷ് ലോട്ടാണ്. ഫ്രഷ് ആണല്ലേ? അതുപോലെ വേറൊരു ഫ്രഷ് ലോട്ടാണ് മോർച്ചാനയിൽ തന്നെ. മോർച്ചാൻ തന്നെ ഏകദേശം 1500 ഡയമണ്ട് ഡിസൈൻ 90 രൂപ റേഞ്ചിൽ 90 രൂപയ്ക്ക് ഒരു മോർച്ചാൻ നമുക്ക് കൊടുക്കും അല്ലേ? ഫ്രഷ് ലോട്ടാണ്. ഫ്രഷ് ആണ്, ക്രാക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ല. ഫ്രഷ് ആണ്. ഓക്കെ. പിന്നെ വേറെ വൈറ്റ് ഒരുപാട് ഞാൻ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ഫ്രഷാന്ന് പറയുമ്പോഴേ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടെന്ന്. അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഇത് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ക്വാളിറ്റിയാണ് അറിയേണ്ടത്. റേറ്റ് ക്വാളിറ്റി ഇതാണ് അറിയേണ്ടത്. വൈറ്റിൽ കുറഞ്ഞ റേറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് പറയണത്. അറിയാം. 1800 സ്ക്വയർ ഫീറ്റ് നിലവിൽ വരുന്ന സ്റ്റോർ. 1800 സ്പോട്ട് വൈറ്റ്. ഓക്കെ, 1800 സ്ക്വയർ ഫീറ്റ്. വൈറ്റ്നെസ് ഉണ്ട് അത്യാവശ്യം. നല്ല വൈറ്റ് ഉണ്ടല്ലോ. റേറ്റ് എന്നാണ്? ഒരു 105 രൂപക്കൊക്കെ ചെയ്യും. 105 രൂപയ്ക്ക് ഒരു സ്പോട്ട് വൈറ്റ് എടുക്കുക. ക്രാക്ക ഫില്ലിങ്ങോ? ഫ്രഷ് ആണ്. സ്പോട്ട് വൈറ്റ് തന്നെ കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്. വൈറ്റ്നെസ് ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വൈറ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ഇത് 1800 സ്ക്വയർ ഫീറ്റ് 105 രൂപക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ കസ്റ്റമർ വന്നോട്ടെ, റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം കണ്ടോട്ടോ, ഈ ഒരു സ്പോട്ട് വൈറ്റിനാണ് 105 രൂപ. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഫ്രഷ് ലോട്ടോ. ഇനിയിപ്പോൾ അകത്ത് നമ്മൾ കാണിക്കണേ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി ഒരുപാട് കാണിക്കാനുണ്ട്. ഇപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ? ഗ്രാനൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഗ്രാനൈറ്റാണ് ഇതൊക്കെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റാണ് കേട്ടോ. ഗ്രാനൈറ്റ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ കാണിച്ചിട്ടേ ആ ടൈം സ്റ്റോക്കുകളുണ്ട്. ആന്ധ്രയാണല്ലേ? ഓക്കെ. ആന്ധ്ര മെറ്റീരിയലാണ്. സ്റ്റീൽ ഗ്രാൻഡ്, സഫാരി ബ്ലൂ, ജെറ്റ് ബ്ലാക്ക് എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഓർമ്മ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഗ്രാനൈറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കണമൊക്കെ മെയിനായിട്ട് ഒന്നെങ്കിൽ എന്താണ് സിറ്റ് ഔട്ട്, സ്റ്റെയർ കേസ്, ഫ്രണ്ട് ചാരുപാടി, കിച്ചൺ റാക്ക്, ഇതേപോലെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാർബിൾ തന്നെയാണല്ലേ? ഓക്കെ. സ്റ്റീൽ ഗ്രേയിൽ വരുന്ന സാധാരണ സ്റ്റീൽ ഗ്രേ സംഭവം അടിപൊളിയാണല്ലോ. നല്ല ഗ്ലേസിംഗ് ഉണ്ടല്ലോ. ഇത് സംഭവം അടിപൊളി സ്റ്റീൽ ഗ്രേ ഉണ്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗ്രാനൈറ്റ് മാർബിൾ എല്ലാം കാണിച്ചു. മാർബിൾ ഇനി ഇഷ്ടം പോലെ കാണിക്കാണ്ട് എല്ലാം കൂടെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ കാണുന്നവർക്കും ബോറടിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരമായി. നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പടിക്കലാറുന്ന സ്ഥലത്താണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം തിരുവനന്തപുരം കാസർഗോഡ് നാഷണൽ ഹൈവേ വരുന്നല്ലോ, ആറൂരിപ്പാത. ഇതാണ് ആറൂരിപ്പാത. ആ ആറൂരിപ്പാതൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഈ ഒരു ഷോപ്പിന് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. റോഡ് കണ്ടില്ലേ? ഈ റോഡാണ് കടന്നു പോകുന്നത്. ആറൂരിപ്പാതൻ്റെ പണി നടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്. അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷനൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഷോപ്പിലേക്ക് എത്താം. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാം നോക്കി വിളിച്ച് എല്ലാം സംസാരിച്ചിട്ട് ദൂരത്ത് നിന്ന് വരുന്നവരൊക്കെ വരുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവുക. പിന്നെ എല്ലായിടത്തും നിങ്ങളെന്താണ് എൻക്വയറി നടത്തുക. ഇതിനെക്കാട്ടി വില കുറവുണ്ടോ കൂടുതലുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. ക്വാളിറ്റി നോക്കുക. ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വരും അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് ഓപ്പൺ മൈൻഡിൽ മാത്രം കാര്യങ്ങൾ പറയണം. അത്രേ ഉള്ളൂ അറിയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. എന്നാൽ ശരി കേട്ടോ. ഓക്കെ.